ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഒരു ദൈവത്തിന്റെ സ്വന്തം മേഖലയാണ് തൊടുപുഴ എന്ന് പറയുന്നത്. ശുദ്ധമായ ദൃശ്യം പോലും. അതെ അതെ അതെ. ഇത് ദൃശ്യം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം ആ വീട്. ആ, നിങ്ങൾ ഇവിടുന്ന് എറണാകുളത്തിന് പോകുന്ന വഴിക്ക് വലതുവശത്തെ വീട് കാണും. ആ, അതിന്റെ അടുത്ത ഷൂട്ടിങ്ങിന് ഇവിടെ തുടങ്ങാൻ പോവുക. ആ. ജോസഫ് സാറ് മത്സരിക്കുമ്പോഴേ പുറത്തുനിന്നുള്ള വോട്ടുകൾ ഒരുപാട് അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. അപ്പോൾ അതൊരു മാജിക്കാണ് ശരിക്കും രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പക്ഷെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തൊടുപുഴയിലെ ജനങ്ങൾ കാണുന്നത് ഒരു കേരള കോൺഗ്രസ് MLA ആയിട്ടല്ല, തൊടുപുഴയുടെ നേതാവായിട്ടാണ്. അതുപോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഒരു കാർഷിക വൃത്തി കൊണ്ട് മാന്യമായിട്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടെ തന്നെ നിൽക്കും. ഇന്നും മധ്യ കേരളത്തിലും അതുപോലെ തന്നെ കുടിയേറ്റ മേഖലകളിലും കാർഷിക മേഖലകളിലുമൊക്കെ ഒരു കേരള കോൺഗ്രസ് വികാരമുള്ള ധാരാളം ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്ന സമയം മാണി സാറിൻ്റെ തട്ടകമായിരുന്ന കോട്ടയം ജില്ല, കരുത്തരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഹാർട്ട് എന്ന് പറയാവുന്ന കോട്ടയം ജില്ലയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF ചെയർമാൻ എന്ന് പറയുന്ന ഒരു പദവി കേരള കോൺഗ്രസ് പാർട്ടി സജി മഞ്ഞക്കടമ്പന് കൊടുത്തതാണ്. ആ പദവിയുടെ മഹത്വം എന്താണെന്ന് സജി മഞ്ഞക്കടമ്പൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എങ്ങനെ വേണം ഭരണം, എങ്ങനെ ഭരിക്കരുത് എന്ന് 9.5 വർഷമായിട്ട് നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഐഡിയ ആൾക്കാർക്കായി. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് അങ്ങോട്ട് പൈസ കൊടുക്കണം. 2 ബ്ലോക്ക് മാറ്റണമെങ്കിൽ 1,40,000 കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് 6-7 മാസം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ 1 മാസം സർക്കാർ കൊടുക്കുന്നത് ഭരണ നേട്ടമായി വരെ വിലയിരുത്തപ്പെടുകയാണ്. അപ്പം ഭാവി രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രസക്തി എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്നും ഒരു പ്രസക്തിയുള്ള പാർട്ടിയാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും കുടിയേറ്റ മേഖലകളിലും കർഷകർക്ക് വേണ്ടി എന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കർഷക വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിൽ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന ഒരു പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അതുപോലെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന പാർട്ടിയും അത് വിദ്യാഭ്യാസം മേഖലയായിക്കോട്ടെ, പൊതുമരാമത്ത് മേഖലയായിക്കോട്ടെ, മാണി സാറിൻ്റെ കാരുണ്യ ലോട്ടറി പദ്ധതിയൊക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായ പരിവർത്തനങ്ങൾ നടത്തിയ, അതുപോലെ തന്നെ പ്രശ്നം കൈകാര്യം ചെയ്ത് ഏത് വകുപ്പെടുത്താലും നമുക്ക് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് രാഷ്ട്രീയക്കാർ ആവശ്യമില്ല. വിപ്ലവകരമായ ആശയങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരിക, അത് പ്രാവർത്തികമാക്കുക. അങ്ങനെ പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മധ്യ കേരളത്തിലും അതുപോലെ തന്നെ കുടിയേറ്റ മേഖലകളിലും കാർഷിക മേഖലകളിലുമൊക്കെ ഒരു കേരള കോൺഗ്രസ് വികാരമുള്ള ധാരാളം ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഒരു മുന്നണികളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആക്റ്റീവായിട്ട് നിന്നേ പറ്റൂ കേരള കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ ഈ കത്തോലിക്ക സഭകളൊക്കെ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസുകളുടെ ഐക്യം എന്ന് പറയുന്നത്. അപ്പം പ്രധാന നേതാക്കന്മാരെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളായപ്പം അനൂപ് ജേക്കബ്, ഫ്രാൻസിസ് ജോർജ്, ഇപ്പം ജോൺ ജോസഫ് സാറ്, KB ഗണേഷ് കുമാർ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. ഭാവിയിൽ ഈ ഒരു മക്കൾ കൂട്ടായ്മയൊക്കെ സാധ്യമാണോ തോന്നുന്നുണ്ടോ? അങ്ങനെ കൂട്ടായ്മ ഒരുപക്ഷെ സാധ്യമായിരിക്കും. ലയനം എന്ന് പറയുന്നത് നമുക്കൊരു രാഷ്ട്രീയപരമായ ലയനത്തിനൊക്കെ ഒത്തിരി സാങ്കേതിക വിഷയങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ജോസ് കെ മാണി വിവാഹം, ജോസഫ് കേരള കോൺഗ്രസും ഒരു ലയനത്തിന്റെ ഒരു സിനാരി ആലോചിച്ചാൽ ഈ 2 പാർട്ടികൾക്ക് 14 ജില്ലയിലും ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, ഓരോ നിയമങ്ങളുണ്ട്, ഭാരവാഹങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഉറപ്പായിട്ടും ഏത് വിഭാഗക്കാരൻ ഇനി പ്രസിഡന്റാകണം, ഏത് വിഭാഗക്കാരൻ അവിടെ സെക്രട്ടറി ആകണം എന്നൊക്കെ രീതിയിലൊക്കെ സാങ്കേതികമായിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ട് ഈ പാർട്ടി ലയനത്തിൽ. പക്ഷെ ഒരു കേരള കോൺഗ്രസുകളുടെ ഒരു കൂട്ടായ്മ, ഒരു ഐക്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയം, അതൊരു പക്ഷേ സാധ്യമായിരിക്കും. ഈ കേരള കോൺഗ്രസുകൾക്കൊക്കെ ആശയപരമായി എന്ന് പറയുന്നത് ഒരുപോലെ ചിന്തിക്കുന്ന പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബ്ലോക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാം. അത് ഒരു പക്ഷേ ചിലപ്പോൾ പ്രായോഗികമായിരിക്കും. ലയനം എന്ന് പറയുന്നത് സാങ്കേതിക വിഷയങ്ങളുണ്ട് ലയനങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ച് തൊടുപുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊടുപുഴയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ സാറിൻ്റെ കാഴ്ചപ്പാടെന്താണ്? തൊടുപുഴ എന്ന് പറയുന്നത് കേരളത്തിലെ ഈ അടിസ്ഥാന വികസനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളൊരു നിയോജക മണ്ഡലമാണ്. അത് PJ ജോസഫ് എന്ന് പറയുന്ന ഒരു കാന്തദൃഷ്ടിയായ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് സ്വന്തം കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ ഇപ്പോൾ തൊടുപുഴയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ധാരാളം ആളുകൾ ഇന്ന് തൊടുപുഴയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സ്ഥലം മേടിച്ച് വീട് വെച്ച് വരുന്നുണ്ട്. കാരണം തൊടുപുഴയ്ക്ക് നല്ല റോഡുകളുണ്ട്, തൊടുപുഴയ്ക്ക് നല്ല പെരിനിയൽ റിവറാണ് തൊടുപുഴ ആറ് എന്ന് പറയുന്നത്. മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് വേനൽക്കാലത്ത് ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ കുടിവെള്ള പ്രശ്നമില്ല, വൈദ്യുതി അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്, എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളമുണ്ട്.
അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഒരു ദൈവത്തിൻ്റെ സ്വന്തം മേഖലയാണ് തൊടുപുഴ എന്ന് പറയുന്നത്. ചുറ്റും അടുത്തൊക്കെ നല്ല ഇവിടെ നിങ്ങൾ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ ഈ മേഖലയുണ്ട്. ഇനി മുന്നോട്ടുള്ള തൊടുപുഴ എന്ന് പറയുന്നത് ശുദ്ധമായ ദൃശ്യം പോലും. അതെ അതെ അതെ, ദൃശ്യം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം ആ വീട്. നിങ്ങൾ ഇവിടുന്ന് എറണാകുളത്തിന് പോകുന്ന വഴിക്ക് വലതുവശത്തെ വീട് കാണും. അതിന്റെ അടുത്ത ഷൂട്ടിങ്ങിന് ഇവിടെ തുടങ്ങാൻ പോവുക. അപ്പം ഈ തൊടുപുഴയെ കുറിച്ച് പറയുമ്പോൾ അപ്പം അടിസ്ഥാന വികസനം എല്ലാം തൊടുപുഴയിലുണ്ട്. ഇനി ഇതിനെ നമ്മൾ മുന്നോട്ട് എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ഒരു തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളായിട്ട് നമ്മൾ മാറ്റണം. തൊടുപുഴയിലേക്ക് നമ്മൾ ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ, അത് അങ്ങനെ ഒരു നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ധാരാളമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 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 IT പാർക്ക്, അല്ലെങ്കിൽ ഒരു നോളജ് സിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറിസം ഹബ്ബ് ഒക്കെ മാറ്റാം. അല്ലെങ്കിൽ സ്പൈസസ്, നമ്മുടെ ഇത് ഇടുക്കിയുടെ കവാടമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പം ഇവിടെ ഓൾറെഡി ഇവിടെ മുട്ടത്തൊരു സ്പൈസ് പാർക്കുണ്ട്. പക്ഷെ അതൊക്കെ വിപുലപ്പെടുത്തി ധാരാളം തൊഴിൽ സാധ്യത ഉള്ള മേഖലകൾ കണ്ടുപിടിച്ച് ഇനി തൊഴിൽ ഉൽപാദകരായിട്ടുള്ള കമ്പനികളെ ഇവിടെ കൊണ്ടുവന്ന് അതൊരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിയുമായിട്ട് ഇഴുകി പോകുന്ന അങ്ങനെയുള്ള ഒരു സാധ്യതകൾ ഇവിടെ കൊണ്ടുവരിക. ടൂറിസം മേഖലയുള്ള സാധ്യതകൾ നമ്മൾ ഒന്ന് പഠിക്കുക. അതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തിയിട്ട് ആ മേഖലയിലേക്ക് ധാരാളം ഇപ്പം ചെറുപ്പക്കാരൊക്കെ ഈ നാട് വിട്ടു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോലി കിട്ടാനിട്ടാണ്. അതുപോലെ കാർഷിക മേഖലയിൽ പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് വിലയില്ല എന്നുള്ളതാണ്. വില എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ ഏത് പച്ചക്കറി കടയിൽ പോയി ഏത് പച്ചക്കറി മേടിച്ചാലും, ഇപ്പം കുരുമുളകോ ഏലോ കറുവാപ്പട്ടയോ എന്ത് മേടിച്ചാലും അതിനൊക്കെ നല്ല വിലയാണ്. കർഷകന് വില കിട്ടുന്നില്ലെന്നുള്ള വിഷയം. അതിനുള്ള പരിഹാര മാർഗങ്ങളും നമ്മളൊരു തറവിലകൾ നിശ്ചയിക്കുക ഓരോ. അതുപോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഒരു കാർഷിക വൃത്തി കൊണ്ട് മാന്യമായിട്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടെ തന്നെ നിൽക്കും. അപ്പം ഈ ഒരു പണ്ട് പറയാറുള്ള സമഗ്ര വികസനം, തൊടുപുഴ മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇനി തൊടുപുഴയുടെ അടിസ്ഥാന സൗകര്യ വികസന അതിൻ്റെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തൊടുപുഴയിൽ ഇനി മുന്നോട്ടുള്ള ഒരു ഭാവിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സമഗ്ര വികസനമാണ് ഇനി അടുത്ത ലക്ഷ്യം. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കാണാൻ സാധിക്കുമോ? തൊടുപുഴയിൽ ഇപ്പം നല്ല കരുത്തനായ കേരളത്തിൻ്റെ ഏറ്റവും പ്രൗഢഗാംഭീര്യമുള്ള MLA തൊടുപുഴ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട സമയമായിട്ടില്ല. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ മോൻസ് ജോസഫിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളിയുടെ കാര്യത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം മൂലമാണ് നമ്മുടെ സജി മഞ്ഞക്കടമ്പിൽ പാർട്ടിയിൽ നിന്ന് പോയത് എന്നുള്ളൊരു ജനസംസാരമുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സജിയുടെ കാര്യം പറഞ്ഞാലേ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്ന സമയത്ത് മാണി സാറിൻ്റെ തട്ടകമായിരുന്ന കോട്ടയം ജില്ല, ഈ ഉമ്മൻചാണ്ടി സാറ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ മോൻസ് ജോസഫ് തുടങ്ങിയ കരുത്തരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഹാർട്ട് എന്ന് പറയാവുന്ന കോട്ടയം ജില്ലയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF ചെയർമാൻ എന്ന് പറയുന്ന ഒരു പദവി കേരള കോൺഗ്രസ് പാർട്ടി സജി മഞ്ഞക്കടമ്പന് കൊടുത്തതാണ്. ആ പദവിയുടെ മഹത്വം എന്താണെന്ന് സജി മഞ്ഞക്കടമ്പൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം UDF എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഹാർട്ട് ലാൻഡാണ് കോട്ടയം ജില്ല. അവിടെ സജി മഞ്ഞക്കടമ്പന് പാർട്ടിക്ക് കൊടുക്കാവുന്ന അദ്ദേഹം ഒരു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്നീട് കോട്ടയം ജില്ലയിലെ UDF ചെയർമാൻ സ്ഥാനത്തേക്കും പാർട്ടി പ്രൊമോട്ട് ചെയ്ത് കയറ്റിവിട്ട ഒരു യുവ രാഷ്ട്രീയക്കാരനാണ്. അപ്പം അദ്ദേഹത്തിനോട് പാർട്ടി അല്ലെങ്കിൽ ദ്രോഹിച്ചു എന്ന് പറയുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. അത് വ്യക്തിപരമായ പല കാരണങ്ങളും ഉണ്ടാകാം. അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക് പാർട്ടിക്ക് ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ഫ്രാൻസിസ് ജോർജ് 80,000 പേരെ വോട്ടിന് അവിടെ ജയിച്ചത്. അദ്ദേഹത്തിന്റെ മേഖലയിൽ എന്ന് പറഞ്ഞ ഞാൻ അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടൊന്നും അദ്ദേഹം ഇന്നും എനിക്കെന്നും ഒരു പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. മനിക്കടമ്പ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, നല്ല സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇരുന്ന ആ ഒരു പദവിയുടെ ഒരു വില എന്താണെന്ന് എനിക്കൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്. അല്ലാണ്ട് പിന്നെ ഒരു വ്യക്തിയാണോ ഈ പാർട്ടിയിൽ ആര് നിൽക്കണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? അതൊക്കെ നമ്മുടെ നമ്മുടെ തീരുമാനമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഒരു വസ്തുതയുണ്ട്. അതായത് കേരള കോൺഗ്രസിനെ പുറത്താക്കിയത് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടാൻ, UDF ഭരണം നഷ്ടപ്പെടാൻ ഒരു കാരണമായിട്ടുണ്ടെന്നൊരു വസ്തുതയാണ്. പുറത്താക്കി എന്ന് പറയുന്നത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നറേറ്റീവ് അല്ലേ?
അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ അല്ല പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് വിഷയമുണ്ടായിരുന്നത്. അതായത് ഈ രണ്ട് പാർട്ടികൾ രണ്ടായിട്ട് നിൽക്കുന്നു. ജോസ് കെ മാണി വിഭാഗവും ജോസഫ് വിഭാഗവും രണ്ടായിട്ട് നിൽക്കുന്നു. അവസാനത്തെ ഒരു ടേം കേരള കോൺഗ്രസ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ രണ്ട് പാർട്ടികളുള്ളതുകൊണ്ട് ആ ടേം ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറഞ്ഞു. അവസാനത്തെ ആദ്യത്തെ ടേം ആദ്യമേ പറഞ്ഞിരുന്നത് ജോസഫ് ഗ്രൂപ്പിനായിരുന്നു. പക്ഷെ അത് പിന്നീട് മാറി വന്ന് അത് ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുത്തു. അവസാനത്തെ 6 മാസം ജോസഫ് വിഭാഗത്തിനോട് കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് മാറിക്കൊടുക്കാൻ പറഞ്ഞ് തിരുവനന്തപുരത്ത് UDF നേതാക്കന്മാരെല്ലാം അവിടെ ചേർന്നിരുന്ന് ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു, ഈ പറയുന്ന അന്നത്തെ UDF കൺവീനർ ഉണ്ടായിരുന്നു, അത് നമ്മുടെ എല്ലാവരും, കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ടായിരുന്നു, അപ്പച്ചനുണ്ടായിരുന്നു, ജോസ് കെ മാണി, എല്ലാവരും ചേർന്ന് എടുത്ത തീരുമാനമാണ്. പിന്നീട് 6 മാസത്തിന് മുമ്പ് മാറിക്കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്താൽ അവർ മാറത്തില്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടോ, റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടോ എന്നൊക്കെ UDF നേതാക്കന്മാരുടെ മുഖത്തേക്ക് ചോദിച്ചപ്പം അവസാനം UDF എന്താ പറഞ്ഞത്, ഈ 6 എന്നുള്ളത് 5 ആയി, ഇനി 4 മാസമേ ബാക്കിയുള്ളൂ എന്നൊക്കെ വന്നപ്പോഴത്തേക്കും UDF പറഞ്ഞു നമ്മളൊരു രാഷ്ട്രീയ മാന്യത കാണിക്കണം, നമ്മൾ ഒരു വാക്ക് പറഞ്ഞതാണ് മാറിക്കൊടുക്കാമെന്ന്. അത് ഇനി ഇനി ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ട് UDF യോഗങ്ങളിൽ പങ്കെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. UDF നിന്ന് പുറത്താക്കിയെന്ന് ആരും പറഞ്ഞില്ല. ബെന്നി ബെഹന്നാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇനി അത് UDF യോഗങ്ങളിൽ പങ്കെടുക്കാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. അത് കേട്ട പാതി കേൾക്കാതെ പാതി കോട്ടയത്ത് ഈ പത്രക്കാരെല്ലാം അങ്ങോട്ട് പോയി, ചാനലുകളിൽ പോയി അവരാണ് പറഞ്ഞത്. അന്ന് റോഷിയോടും ജയരാജും കൂട്ടത്ത് നിൽക്കും പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ UDF നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളൂ, പുറത്താക്കിയുള്ളൂ. അപ്പം ഞങ്ങളെ പുറത്താക്കി എന്ന് പറയുന്ന നെറേറ്റീവ് അവിടുന്ന് തുടങ്ങുന്നത്. UDF യോഗങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ സ്വയം പ്രഖ്യാപിത പുറത്താക്കലൂടെ അവർ പുറത്തു പോയതാണ്. പിന്നീട് ഇടതുപക്ഷമായിട്ട് ധാരണയുണ്ടാക്കി അവർ അങ്ങോട്ട് പോയി. അത്രേ ഉള്ളൂ. ഇപ്പം മീഡിയയുടെ കാര്യമാണ്, ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു മാധ്യമധർമ്മമാണ് ഇപ്പം നടക്കുന്നത്. മാധ്യമധർമ്മം എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പം പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആണെന്നില്ല, എന്നാലും ചുരുക്കം. അതെ, ഇപ്പം അവരുടെ ഇപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ആ പ്രശ്നം ശരിക്കും അനാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അനാവശ്യമായിരുന്നു എന്ന്? അല്ല, അനാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനാവശ്യമായ വാശിയുടെ പുറത്ത് പോയതാണ്. അവർ അവസാനത്തെ 6 മാസം മുൻധാരണ പ്രകാരം മാറിക്കൊടുക്കുക എന്നുള്ളത് എന്ന ഒരു രാഷ്ട്രീയ മര്യാദ ഒരു കൂട്ടർ കാണിച്ചില്ല. അതുകൊണ്ടാണ് വിഷയം ഉണ്ടായത്. ഇനിയൊരു ലയനം സാധ്യമാണോ? ഞാൻ പറഞ്ഞില്ലേ, ലയനത്തിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞല്ലോ. ഒരു കേരള കോൺഗ്രസ് കൂട്ടായ്മ ഒരു പക്ഷേ അവര് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സാറിന്റെ നിലപാട് എന്തായിരിക്കും? UDFിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ UDFിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് UDFിന്റെ ഒരു ഘടനയ്ക്കും UDFിന്റെ കെട്ടുറപ്പിനും UDFിന്റെ ഒരു എന്താ പറയുന്ന ഒരു മുന്നേറ്റത്തിനുമൊക്കെ ഉതകുന്ന ഏതൊരു കാര്യങ്ങളും നല്ലത് തന്നെയാണ്. അതൊക്കെ UDF നേതൃത്വം എടുക്കേണ്ട തീരുമാനങ്ങളാണ്. വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പം ഒരു വന്നില്ല അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതലും എനിക്ക് പറയാനില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFിന് അധികാരം കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സാറിന്റെ പ്രസ്ഥാനത്തിന് എത്ര മന്ത്രിസ്ഥാനം ഉണ്ടാവും എന്നുള്ളൊരു അതൊക്കെ നമ്മൾ പിന്നീട് ഇരുന്നിട്ട് കാര്യം കിട്ടിയാൽ മതിയല്ലോ. നമ്മൾ അതൊക്കെ ഇപ്പോഴേ നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമുക്ക് സമസ്ത മേഖലകളിലും പറയുന്ന ഒരു കെടുകാര്യസ്ഥിതി, അതിൻ്റെ തന്നെ ഫലമായി ഉണ്ടായിട്ടുള്ള ഭരണസ്തംഭനവും വികസന മുരടിപ്പും സാധാരണക്കാരുടെ ജീവിതം ഇന്നൊരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളുമൊക്കെ ഫണ്ടില്ലാതെ ജനങ്ങൾ, ഈ ഇടയ്ക്കൊരു വ്യക്തി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് അങ്ങോട്ട് പൈസ കൊടുക്കണം. 2 ബ്ലോക്ക് മാറ്റണമെങ്കിൽ 1,40,000 കൊടുക്കണം. സ്റ്റെൻറ്റ് ഇടണമെങ്കിൽ പേഷ്യൻ്റ് സ്റ്റെൻറ്റ് മേടിച്ചോണ്ട് പോകണം. അതാണ് നമ്മുടെ സ്ഥിതി. എങ്ങും മരുന്നില്ല. നമ്മുടെ സിവിൽ സപ്ലൈസ് കടകളിലൊക്കെ ഷെൽഫുകളൊക്കെ കാലിയായിട്ട് കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് 6-7 മാസം മുടങ്ങിക്കിടക്കുന്ന എന്തു പറയുന്നത് പെൻഷൻ 1 മാസം സർക്കാർ കൊടുക്കുന്നത് ഭരണ നേട്ടമായി വരെ വിലയിരുത്തപ്പെടുകയാണ്. പെൻഷൻ കൊടുക്കുന്നത് ഭരണ നേട്ടമാണ്. 6 മാസം മുടങ്ങിയിട്ട് 1 മാസം കൊടുക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇനി ജനങ്ങൾ ഇവരെ അധികാരത്തിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐക്യജനാധിപത്യ മുന്നണി മറിച്ച് ഇന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ കേരളത്തിലെ ഓരോ വിഷയങ്ങളും അത് ഏറ്റെടുത്ത് ഓരോ വിഷയങ്ങളെ കുറിച്ചുള്ള കോൺക്ലേവുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊരു കോൺക്ലേവ് ഉണ്ടായിരുന്നു, ആരോഗ്യ മേഖലയെക്കുറിച്ചുണ്ടായിരുന്നു. വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് വിവിധ കക്ഷികളെ പങ്കെടുപ്പിച്ച് അപ്പം നമ്മൾ ഇനി ജനങ്ങളോട് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് എളുപ്പമാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്, കാരണം എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ ഒരു പ്രശ്നത്തെ ഐക്യജനാധിപത്യ മുന്നണി അത് എങ്ങനെ കാണുന്നു, നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എണ്ണി പറഞ്ഞ് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാനോട് കൂടിയാണ്
ഐക്യജനാധിപത്യ മുന്നണി വരുന്ന തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. അത് തന്നെ ഈ മുന്നണിയിലെ ഓരോ കക്ഷികൾക്കും പ്രവർത്തകർക്കും വലിയ ഒരു എന്താ പറയുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു സംഭവം. കാരണം ഇനി എങ്ങനെ വേണം ഭരണം, എങ്ങനെ ഭരിക്കരുത് എന്ന് 9.5 വർഷമായിട്ട് നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഐഡിയ ആൾക്കാർക്കായി. ഇനി എന്ത് ചെയ്യണം, ഇപ്പോഴുള്ള വിഷയങ്ങൾക്ക് എന്താണ് പരിഹാര മാർഗങ്ങൾ, അതും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷമേ ഐക്യജനാധിപത്യ മുന്നണി ഒരു സർക്കാർ രൂപീകരിക്കത്തുള്ളൂ. കയറിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് പരിഹാരക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായിരിക്കും ഐക്യജനാധിപത്യ മുന്നണി. ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ പറയാൻ വേണ്ടി. പക്ഷെ അത് മര്യാദയ്ക്ക് UDF-ന് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 6-7 മാസം മുമ്പ് തൊട്ട് എന്തൊക്കെ വിഷയങ്ങളായിരുന്നു. സ്പ്രിംഗ്ലർ വിവാദം, നമ്മുടെ സ്വർണ്ണക്കടത്ത്, കടൽ വിവാദം, കടലിൽ ഫിഷിങ്ങിന് വേണ്ടി കടൽ തീർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, PSC നിയമനങ്ങളിലെ വിവാദം എന്ന് വേണ്ട സ്വജനപക്ഷപാതം, വിഷയങ്ങളോട് വിഷയങ്ങളായിരുന്നു. അന്ന് കേരളം എട്ടാകെ UDF ഒന്നിച്ചിരുന്ന് സമരം ചെയ്ത് അധികാരത്തിൽ വരുമെന്ന് LDF പോലും കരുതിയില്ല. പക്ഷേ ഒരു കിറ്റ് എന്ന് പറയുന്ന ഒരു ഗിമ്മിക്ക് കാണിച്ച് അന്ന് അവർ അധികാരത്തിൽ വന്നു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മടുത്തു. 4 വർഷം കൊണ്ട് ജനങ്ങൾ ഇപ്പം UDF പറയാണ്ട് തന്നെ ഓരോ ജനങ്ങൾക്കും അറിയാം. അവർ അനുഭവിക്കുന്നതാണല്ലോ. 5 വർഷം മുമ്പ് കൊടുത്തിരുന്ന കറണ്ട് ബില്ല് ഇന്ന് 5-10 ഇരട്ടിയായി ആളുകൾക്ക്. വെള്ളക്കരം കൂട്ടി, ഇതൊക്കെ കൂട്ടി എല്ലായിടത്തും ജീവിതം പൊറുതിമുട്ടി നിൽക്കുക ജനം. അപ്പം അത് UDF തീർച്ചയായിട്ടും ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. ഭരണം തിരിച്ചു പിടിച്ചിരിക്കും. ഇപ്പം അപ്പച്ചനിലേക്ക് തിരിച്ചു വന്നാലേ, 36-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് ആ ഒരു സ്ഥാനം അലങ്കരിച്ച മനുഷ്യനാണ് അദ്ദേഹം. സാറിന് അത്തരത്തിലൊരു ആഭ്യന്തരമന്ത്രി പദവി കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കും? അതൊക്കെ ഒരു വളരെ എന്താ പറയുന്നത്, അതൊക്കെ ഒരു നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഒന്ന് ഇരിക്കട്ടെ, ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാലം നീട്ടാം. നമ്മൾ കേരളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പം ഏത് മേഖല എടുത്താലും, അതിപ്പം ആഭ്യന്തരമായിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൊഴിൽ മേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യുച്ഛക്തി മേഖലയായിക്കോട്ടെ, വനം വകുപ്പായിക്കോട്ടെ, കൃഷി മേഖലയായിക്കോട്ടെ, അവിടെയെല്ലാം ധാരാളം ഇടപെടലുകളും മാറ്റങ്ങളും ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. എപ്പോഴും നമ്മൾ മാറ്റത്തെ നമ്മൾ പ്രതിരോധിക്കും. പക്ഷെ മാറ്റങ്ങൾ വന്നാലേ സമൂഹത്തിൽ നന്മകൾ ഉണ്ടാവുള്ളൂ എന്നുള്ള തിരിച്ചറിവ് പലർക്കും മാറ്റാനുള്ള കാരണം മാറുമ്പോഴുള്ള റെസിസ്റ്റൻസിന് ആളുകൾ ഭയക്കും. ഈ റെസിസ്റ്റൻസ് ചിലപ്പോൾ എൻ്റെ അടുത്ത പ്രാവശ്യം എൻ്റെ ഇലക്ഷനെ ബാധിക്കുമോ, ആളുകൾ എനിക്കത് വോട്ട് ചെയ്യുമോ, ഇതേ ഭയമാണ്. പക്ഷെ മാറ്റേണ്ട മാറ്റങ്ങൾ, കാലഹരണപ്പെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതിയേ പറ്റൂ. അപ്പം ഏത് വകുപ്പ്, ഇന്ന വകുപ്പെന്നൊന്നുമല്ല, ഏത് വകുപ്പ് ഇനി അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാലും പൊളിച്ചെഴുതേണ്ടേ പറ്റൂ. ഇപ്പം വന നിയമങ്ങൾ, ഇന്ന് വന്യമൃഗങ്ങൾ ഇങ്ങനെ സ്വൈര്യവിഹാരമാണ്. ഈ തൊടുപുഴ ടൗണിൻ്റെ 6 കിലോമീറ്റർ അപ്പുറം വരെ ആന വന്നു. അതൊക്കെ നമ്മൾ വന നിയമങ്ങൾ നമ്മൾ മാറ്റണമെങ്കിൽ മാറ്റണം. കാർഷിക മേഖലയിൽ നമ്മൾ പ്ലാന്റേഷൻ നിയമങ്ങളുണ്ട്. വലിയ പ്ലാന്റേഷൻ ആണെങ്കിൽ മറ്റേ ഇതര കൃഷി അവിടെ പാടില്ല എന്നുള്ളതുണ്ട്. അത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? ഒരു പ്ലാന്റേഷൻ പൂട്ടിപ്പോയി അത്രയും തൊഴിലാളികൾ തൊഴിൽ നഷ്ടം, സർക്കാരിലേക്കുള്ള വരുമാന നഷ്ടം, സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമ്പത്തിക മേഖലയ്ക്ക് നഷ്ടം. മാറ്റണമെങ്കിൽ മാറ്റണമെന്നേ. അപ്പം ഓരോ മേഖലകളും നമ്മൾ അത് ഇരുത്തി പഠിച്ച് വിലയിരുത്തി മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിക്കൊണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ടൊരു പുരോഗതി ഉള്ളൂ. അതുകൊണ്ട് അത് ഇന്ന വകുപ്പ് എന്നുള്ള ഏതൊക്കെ വകുപ്പുകളിലും ഏതൊക്കെ മേഖലകളിലും മാറ്റങ്ങൾ വരുത്തണമോ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പം തിരിച്ച് വ്യക്തി ജീവിതത്തിലേക്ക് വരാം. അപ്പച്ചൻ്റെ ഭയങ്കര സംഗീത പ്രേമിയാണ്. നമ്മളെല്ലാവരും പാട്ട് പാടുന്നതൊക്കെ കണ്ടിട്ടില്ല. സാറിനും സംഗീതത്തോടെ എങ്ങനെയാണ്? ഞാനും അത്യാവശ്യം, ഞങ്ങളെല്ലാവരും പാട്ട് പാടും. മക്കളും അപ്പച്ചൻ്റെ ഫാദർ ഇരിക്കുന്ന ഇച്ചാച്ചനും ഹാർമോണിയം വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പച്ചൻ പാടുമായിരുന്നു. എൻ്റെ പെങ്ങളും പാട്ട് പാടും. ബ്രദർ ഗിറ്റാർ വായിക്കും, അവനും അത്യാവശ്യം പാട്ട് പാടും. അവൻ്റെ മക്കളും പാടും, എൻ്റെ മക്കളും പാട്ട് പാടും, പെങ്ങളുടെ പിള്ളേരും പാടും. ഇതൊരു സംഗീത കുടുംബം. എൻ്റെ ഭാര്യ പാടും, ഭാര്യയുടെ വീട്ടുകാരും മുഴുവൻ പാട്ടുകാരൻ. സാർ ഈ ഇന്റർവ്യൂ അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടി തരും? അയ്യോ, ഇപ്പോഴല്ല, അവസാനം മതി. ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ജോസഫ് സാറ് മത്സരിക്കുമ്പോഴേ പുറത്തുനിന്നുള്ള വോട്ടുകൾ ഒരുപാട് അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. അപ്പോൾ അതൊരു മാജിക്കാണ് ശരിക്കും രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച്. അതെങ്ങനെയാണ് ആ ഒരു? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അപ്പച്ചൻ എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പച്ചന് തൊടുപുഴയിലെ ജനങ്ങൾ കാണുന്നത് ഒരു കേരള കോൺഗ്രസ് MLA ആയിട്ടല്ല, തൊടുപുഴയുടെ നേതാവായിട്ടാണ്. തൊടുപുഴയുടെ വികസന നായകൻ എന്നുള്ള ഈ മേഖലയുടെ
ഇടുക്കിയെ മിടുക്കിയാക്കിയ വിജയ ജോസഫ് എന്ന് പറയുന്നത് എല്ലാവരും. ഇപ്പോഴത്തെ ഇടുക്കി ജില്ലയാക്കിയത് വിജയ ജോസഫ് എന്ന നേതാവ്. അപ്പം അപ്പച്ചന് കിട്ടുന്ന വോട്ടുകൾ പറയുന്നത് വ്യക്തിപരമായ വോട്ടുകളാണ് ഇവിടെ. അത് മുന്നണി പാർട്ടി ഭേദമില്ലാതെ വിജയ ജോസഫ് എന്ന് പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാവിന് കിട്ടുന്ന, സ്വന്തം നിയോജക മണ്ഡലത്തെ കൈവെള്ളയിൽ കൊണ്ട് കിടക്കുന്ന ഒരു നേതാവിന് കിട്ടുന്ന വോട്ടുകളാണ്. ഇപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷം അപ്പച്ചനാണ് കിട്ടിയിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അപ്പച്ചനാണ്. കഴിഞ്ഞ 2016 അല്ല അതന്നെ ഇതിനു മുമ്പത്തെ ഇലക്ഷനിൽ. അപ്പോൾ ഇനിയിപ്പം ഒരു സ്ഥാനാർത്ഥി വരികയാണ്, അപ്പച്ചൻ അല്ലാതെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് ഭേദിക്കുന്നു തോന്നുന്നുണ്ടോ ആ ഒരു ഭൂരിപക്ഷം? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ ഒരു സ്പേസ് ഫില്ല് ചെയ്യുന്ന ആരാണെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഇത്രയും ദീർഘവീക്ഷണമുള്ള, ഇത്രയും കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ആര് വന്നാലും ഒരു താരതമ്യം വരും. അപ്പം അതൊക്കെ പിന്നീട് അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ഇന്നും തൊടുപുഴയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വി ജോസഫ് സ്ഥാനാർത്ഥിയാണെങ്കിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇവിടെ ജനങ്ങൾ ജയിപ്പിക്കും. ഇപ്പം മന്ത്രി, തൊടുപുഴ MLA, രാഷ്ട്രീയ നേതാവ്, ഈ ഒരു 3 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പച്ചനെ പറ്റി ഒറ്റ വാക്കിൽ സാർ എങ്ങനെയാ വർണ്ണിക്കുക? ഒരൊറ്റ വാക്കിൽ. പച്ചയായ മനുഷ്യൻ. അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ സാറിന്റെ ഒരു പാട്ട് കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2 വരി മതി. जलते हैं जिसके लिए तेरी आंखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए जलते जिसके लिए. അപ്പം നല്ലൊരു കുടുംബത്തിനോടൊപ്പം നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഓണം വരികയാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്താ സാറിന് പറയാനുള്ളത്? ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ കാലമായ ഈ ഓണക്കാലം, ആഘോഷങ്ങളുടെയും ഒക്കെ ഏവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഓണാശംസകൾ നേർന്നു. ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഹൃദയം നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി സാർ. താങ്ക് യു.